കേൾക്കുന്നില്ലല്ലോ? സ്വരം ഉയർത്തി എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകളായി നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നടക്കുക. വീട്ടിലെ പ്രശ്നങ്ങളാകാം, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാകാം. ഇതെല്ലാം കർത്താവിന് നമ്മളൊന്ന് കൊടുക്കണം. ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല കണ്ടോ. നമുക്ക് ചെറിയൊരു 10 മിനിറ്റ് പോലും നമ്മളുടെ സഹനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. കാല് വേദനിക്കുമ്പോഴേക്കും നമ്മൾ ഇരുന്നു. ഹല്ലേലൂയ. എന്നാൽ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന സഹനങ്ങളും ചുമന്ന് നടക്കാൻ നമുക്ക് പ്രശ്നങ്ങളും ഇല്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് നമ്മൾ ഈ വീട്ടിൽ നിന്ന് വന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് തിരിച്ച് ആ പ്രശ്നം വീട്ടിലേക്ക് കൊണ്ടുപോകണോ? വേണോ? സന്തോഷത്തോടെ പറയും വേണ്ട. വേണോ? വേണ്ട. ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് വേണ്ട. ഈ പ്രശ്നം നമ്മൾ കർത്താവിലേക്ക് കൊടുക്കാൻ പോവാം. കർത്താവിലേക്ക് എങ്ങനെയാണ് കൊടുക്കണേ? എങ്ങനെ കൊടുക്കും? നിലത്ത് തൊട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാം. ഈ ചവിട്ടിക്കൊണ്ടുവന്ന സാധനം അത് തിരിച്ച് ചവിട്ടിക്കൊണ്ട് പോയാൽ എന്ത് പറ്റും? സാധനം വീട്ടിൽ കയറും. വേണോ? അത് വേണ്ട. അപ്പോൾ ഇത് നമ്മളൊന്ന് കുനിഞ്ഞ് ഈ സമയം നിങ്ങളൊന്ന് നിലത്ത് തൊടുമ്പോഴുണ്ടല്ലോ, കർത്താവ് നടുവേദന സൗഖ്യപ്പെടുത്തും, മുട്ടിൻ്റെ വേദന സൗഖ്യപ്പെടുത്തും. വേണമെങ്കിൽ പിടിച്ചോ. കർത്താവ് ഇങ്ങനെ പുഷ്പം എറിയുന്നത് പോലെ ഇങ്ങനെ എറിയാൻ പോവുക. ആവശ്യമുള്ളവർ പിടിച്ചോ. കർത്താവ് നിർബന്ധിക്കില്ല മോളെ എടുക്കുന്നെന്ന് കർത്താവ് നിർബന്ധിക്കില്ല. ആവശ്യം ഉള്ളവർ മാത്രം കുനിഞ്ഞ് നിലത്ത് തൊട്ട് സ്വർഗത്തേക്ക് കൊടുത്ത. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ എന്താ പറഞ്ഞേ? അയ്യോ, ആരോ എന്നെ കിടത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ താഴെ തൊട്ടിട്ട് മുകളിൽ എന്ത് കൊടുക്കണം? ഹല്ലേലൂയ പറയണ്ടേ? വെറുതെ കുനിഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. നിലത്ത് തൊട്ട് ഞാൻ കൊണ്ടുവന്ന എൻ്റെ പ്രശ്നത്തെ ഞാനിതാ തൊട്ടു. കർത്താവെ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒരുമിച്ച്. തൊട്ടു. ഇങ്ങനെ വിളിച്ച കർത്താവ് തൊടും. അവിടെ കർത്താവ് തിരിച്ച് കല്ലെറിയും. നീ പോയോടൊന്ന്. ഹല്ലേലൂയ. ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണ്ടേ? വേണം. ഒരേ സ്വരത്തില്, ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് ഹല്ലേലൂയ എന്ന് ശക്തമായി വിളിച്ച് എല്ലാവരും കൊടുത്ത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. പോരാ, ഒന്നുകൂടെ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ ചേർത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കെട്ടിപ്പിടിച്ച് പറയുക. അപ്പോഴും നമ്മൾ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഒരേ മനസ്സോടുകൂടെ നിൽക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ ഒരേ മനസ്സോടുകൂടിയാണ് നമ്മളിവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുന്നത്. ആണോ? അടുത്ത് നിൽക്കുന്നവരുടെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. നിങ്ങളുടെ വേദന നിങ്ങൾക്കറിയാമോ? അതറിയാമല്ലോ. അത് സന്തോഷം. ഹല്ലേലൂയ. അതെങ്കിലും നിങ്ങൾ അറിഞ്ഞത് സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ദൈവം വലിയ അത്ഭുതം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അവർക്കും ചെയ്യും, അതുപോലെ നിങ്ങൾക്കും ലഭിക്കും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കുന്നില്ല? ശക്തമായി വിശ്വാസത്തോടെ കരങ്ങൾ വീശിക്കൊണ്ട് ശക്തമായി കരങ്ങൾ അടിച്ച് ദൈവത്തിന് വന്ന് പറഞ്ഞ് ഈച്ചടിക്കുന്നുള്ള അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ അമ്മയുടെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ന് ഏകദേശം 17 വർഷം ഈ ഒരു സെൻറ്റർ ഇവിടെ രൂപം കൊണ്ടിട്ട് അല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാനായി ദൈവം ഒരു ആലയം തന്നു. ആ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഈ 17 വർഷം ഈ CMC സിസ്റ്റേഴ്സ് ഇവിടെ വന്നു, ഇവിടെ പ്രവർത്തിച്ചു. ഈ ധ്യാന കേന്ദ്രം, ഈ കാർമൽ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററിനെ കർത്താവ് അത്രമാത്രം ഉയർത്തി. ഇന്ന് 17ാമത്തെ വർഷം ആഘോഷിക്കാൻ ഇന്ന് വൈകുന്നേരം വലിയ ആഘോഷങ്ങളാണ് നടക്കാൻ പോകുന്നത് അല്ലേ? ഇല്ലേ? ഉണ്ടോ? എന്നെ ക്ഷണിച്ചിട്ടില്ല, നിങ്ങളെ ക്ഷണിച്ചോ? ഞങ്ങൾ തന്നെ വരും. ഹല്ലേലൂയ. ഞങ്ങൾ വരും. ഇത് ഞങ്ങളുടെ വീടാ. ഹല്ലേലൂയ. അപ്പോൾ ആ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആഘോഷം അതിന് നമ്മളിവിടെ കർത്താവ് ആലയം തന്നു, ഈ ദേവാലയം തന്നു, ഇത്രയും സൗകര്യപ്രദമായ ഈ സെൻ്ററൊക്കെ തന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഇത് നിലനിന്ന് പോകണ്ടേ? നമ്മളുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇവിടെ വരണോ വേണ്ടിയോ?
വേണം. അപ്പോൾ ഈ സെൻറ്ററിനേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സെൻറ്ററിനെ അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ ഡയറക്ടറിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും ഇവിടെ കടന്നു വരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിച്ചേ ശക്തമായി സ്തുതിക്കട്ടെ. Hallelujah, hallelujah. Thank you Lord, thank you Lord, thank you Lord, thank you Lord. We worship you Lord. കർത്താവേ നന്ദി പറയുന്നു. നിന്റെ വലിയ കൃപയെ ഓർത്ത്, നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, കൃപയാൽ നിറയ്ക്കണമേ, വചനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അടുത്ത് നിൽക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിങ്ങൾ മസിലൊക്കെ വിട്ട് ഈ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ഒന്ന് ചേർത്ത് പിടിച്ച്, അതാണ് ആശ്വാസം നൽകുന്ന, അതാണ് ചേർത്ത് പിടിച്ച്. എന്നിട്ട് പുറകിൽ നിൽക്കുന്നവരെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ നോക്കി. പുറകിലുള്ളവരെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ നോക്കി. ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷേക്കൽ കൊടുത്തോണ്ട് ഈശോ. എല്ലാവരും അങ്ങ് വെളിയിലാണ് നോക്കണേ. നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നവരെ നോക്കി എവിടെയെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കൈ കൊടുത്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ വലത് കരം ഉയർത്തി ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് ഞാൻ കേൾക്കുന്നു. ഒന്ന് ഇരുത്ത് ബ്രദറെ, ഞാൻ ഇരിക്കി. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവ സ്നേഹത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ട് ചേർക്കപ്പെട്ട് ഒരുമിച്ച് ചേർന്ന് ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഇന്ന് നമുക്ക് നൽകാനിരിക്കുന്ന കൃപകളെ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സാധാരണ ഞാൻ എല്ലാ ധ്യാനങ്ങളിലും ഞാൻ കഴിഞ്ഞ ആഴ്ച സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചു. ഞാൻ നോർത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന സമയത്ത് എല്ലായിടും പോകുമ്പോഴും ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ക്ലാസ് ഞാൻ തുടങ്ങുന്നത്. ആ ചോദ്യം ഇവിടെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ആ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. കിട്ടുന്ന സമയം മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എടുക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. സാത്താന് ആയുധം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ പിടിച്ചാൽ പറ്റത്തില്ല. അത് ചിലർ ഇങ്ങനെയൊക്കെ പിടിക്കും. ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആയില്ലല്ലേ? ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ? പുറകിൽ കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. സാത്താന് ആയുധം ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നുള്ളവർ വലതുകരം ഉയർത്തിപ്പിടിക്കുക. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക കേട്ടോ. ഇങ്ങനെ താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോൾഡർ പെയിന് കൂടും. സൗഖ്യം കിട്ടണമെങ്കിൽ ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ. ഓക്കെ, വെരി ഗുഡ്. കരങ്ങൾ താഴ്ത്തി. ഇനി സാത്താന് ആയുധം ഇല്ല എന്നുള്ള ഒരു കരം ഉയർത്തിപ്പിടിക്കുക. ഉയർത്താത്തവരെ ഞാൻ ഏത് കമ്പനി കൊണ്ട് ചേർക്കും? ഹല്ലേലൂയ. ഇനി ഒരു ചോദ്യം. നിങ്ങളെ കൈ ഉയർത്തി. എനിക്ക് ഇത്ര നീളം ഇത്രയും ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങ് വരായിരുന്നു. ആയുധം ഉണ്ട് എന്ന് പറഞ്ഞവരോട് ചോദിക്കുകയാണ്, എന്താണ് സാത്താൻ്റെ ആയുധം? പറയും. പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ ഓരോരുത്തരും. വെരി ഗുഡ്. ഇനി അടുത്ത് വന്നേ. മേലിൽ പറഞ്ഞേക്കരുത് കേട്ടാ. ആര് പറഞ്ഞോ? ഇനി പറയത്തില്ല. ഇനി പറഞ്ഞാൽ എനിക്കറിയാം എന്തോ പറയാൻ പോകുന്നു. പറഞ്ഞോ? ചേട്ടൻ പറഞ്ഞോ? എന്തോ ചേട്ടന് പറയാനുണ്ട്. എന്നായിരുന്നു? ഓരോ വാക്കുകളാണ് സാത്താൻ്റെ ആയുധമായി മാറുന്നത്. ഞാൻ ലാസ്റ്റിൽ പറയാം മറുപടി. ഹല്ലേലൂയ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്ററിന് എന്തെങ്കിലും പറയാനുണ്ടോ? സിസ്റ്ററെ എന്തോ പറയാൻ ഇങ്ങനെ നാവും തുമ്പിൽ നിൽപ്പുണ്ട്. പറഞ്ഞോ? ഇല്ല.
ഹല്ലേലൂയ. പറമ്പിൽ കിളയ്ക്കുന്ന കർഷകന്റെ ആയുധം എന്താ? അടുക്കളയിൽ പണി ചെയ്യുന്ന നമ്മുടെ ആയുധം എന്താ? നാവാണോ? എന്താണ്? അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ആയുധം എന്താ? നാവാണോ? ഉറപ്പാണോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സാത്താന്, ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ക്ലാസ്സിലേക്ക് പോകണം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് കുറച്ചുകൂടെ വിശാലമായി പറയേണ്ടതുണ്ട്, ഷോർട്ടാക്കി പറയുന്നു. സാത്താന്, ശ്രദ്ധിച്ച് കേട്ടോ, സാത്താന് ആയുധം ഇല്ല. കൈ പൊക്കിയവരെ, സാത്താന് ആയുധം ഇല്ല. എനിക്ക് സർവ ആയുധവും ഉണ്ട്. എന്നാൽ അടുത്ത് വരുന്ന പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്നാൽ നമ്മൾ പോലും അറിയാതെ, നേരത്തെ ചേച്ചി പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഉള്ള ഓരോരുത്തരും പറഞ്ഞു, നാവ്, കൈ, പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഓരോരുത്തരെയും അവൻ അവൻ്റെ ആയുധമായി ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. അതാണ് എൻ്റെ നാവ്. ഇത് ആരുടെ നാവാ? ആരുടെ നാവാ? എൻ്റെ ശരീരം ആരുടേതാ? ക്രിസ്തുവിൻ്റെ ആണോ? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കർത്താവ് വ്യക്തമായി വചനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ഈ ആലയം. നിങ്ങൾ ആരെ പ്രതിഷ്ഠിക്കേണ്ടതാ? ഹല്ലേലൂയ. ഇവിടെയാണ് സാത്താൻ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെ? നല്ലത് കാണേണ്ട എൻ്റെ കണ്ണുകളെ, നല്ലത് മാത്രം പറയേണ്ട എൻ്റെ നാവുകളെ, നല്ലത് മാത്രം കേൾക്കേണ്ട എൻ്റെ കാതുകളെ, നല്ലത് മാത്രം ചിന്തിക്കേണ്ട എൻ്റെ മനസ്സിനെ, നല്ല സ്ഥലങ്ങളിലേക്ക് മാത്രം പോകേണ്ട എൻ്റെ ശരീരത്തെ ഞാൻ പോലും അറിയാതെ അവൻ അവൻ്റെ ആയുധമായി ഉപയോഗിക്കുന്നു. അവൻ നമ്മളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഒന്ന് ചോദിക്കുമ്പോൾ ആരാണ്, എന്താണ് സാത്താൻ്റെ ആയുധമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്നു, എൻ്റെ ശരീരമാണ്, ഹല്ലേലൂയ, എൻ്റെ നാവാണ്, എൻ്റെ കാതാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അവന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മാത്രമല്ല, ദൈവദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തി നിനക്ക് അത്രയും മഹത്വത്തോടുകൂടെ നിന്നെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയെ നിസ്സാരമായി കണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറുക. നിങ്ങളുടെ വില നിങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വില നിങ്ങൾക്കറിയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ നിസ്സാരരല്ല. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട്, ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുവാൻ അവൻ സ്വയം മെനഞ്ഞെടുത്ത സൃഷ്ടികളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ നിസ്സാരമായി നമ്മളെ കാണുന്നത്. അവിടെയാണ് നമ്മൾ നിസ്സാരമായി നമ്മളെ കാണുന്നത്, നമ്മൾ വലിച്ചെറിയുന്നത്. നമ്മുടെ ചിന്തയെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ നാവിനെ, നമ്മുടെ ഓരോ അവയവങ്ങളെയും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, നിസ്സാരമായി കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ വലിച്ചെറിയുന്നത്. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. കേൾക്കുന്നില്ല? സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് മാമോദീസ ജലം നെറ്റിത്തടത്തിൽ വീണ് നിന്നെ പേര് ചൊല്ലി വിളിച്ച് നിന്റെ മുടിനാര് പോലും കൊഴിയുന്നുണ്ടെങ്കിൽ അത് അറിയുന്നവൻ, നിന്റെ നാമം ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവൻ, നിന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴും നിന്നെ അറിഞ്ഞവൻ, നിന്നെ മെനഞ്ഞവൻ, നിന്നെ സൃഷ്ടിച്ചവൻ നിന്നോട് പറയുന്നു, നീ നിസ്സാരനല്ല. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ, നീ നിസ്സാരനല്ല. പറഞ്ഞേ ഹല്ലേലൂയ. നീ വിലപ്പെട്ടതാ. ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടവരാ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. വില പിടിച്ചവരാ. വില പിടിച്ച സ്വർണത്തേക്കാൾ, രത്നത്തേക്കാൾ വില പിടിച്ചവരാ. ഹല്ലേലൂയ. ആ വില നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഇനി ക്ലാസ്സിലേക്ക് വരാം. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ആ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ നിങ്ങൾ ആർക്കാ സമർപ്പിക്കേണ്ടേ? അല്ലേ? കാതുകൾ ആർക്ക് വേണ്ടിയാ സമർപ്പിക്കേണ്ടേ? ഇപ്പോൾ വചനം പറയുമ്പോൾ നിങ്ങൾ എവിടെ വരണം? ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾ മാറുമ്പോൾ ഞാൻ ആരുടെ ആയുധമായി മാറി? സാത്താൻ്റെ. സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കാതെ കെട്ടുകൾ കെട്ടുമ്പോൾ ഞാൻ ആരുടെ ആയുധമായി മാറി?
കൈ പൊക്കാൻ പറയുമ്പോൾ കൈ പൊക്കാതെ പിടിച്ചു നിൽക്കുമ്പോൾ അത് ആരുടെ കൈയായി മാറി? അപ്പൊ നിങ്ങൾ ആരുടെ ആയുധമായി മാറണം? വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കല്ലുകൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ വാക്യം വചനം പറയുന്നു, ടേക്ക് അവേ ദ സ്റ്റോൺ, കല്ലുകൾ എടുത്തു മാറ്റുവിൻ. ഇതാണ് വചനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചവൻ, അതായത് മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ടേക്ക് അവേ ദ സ്റ്റോൺ, കല്ലുകൾ എടുത്ത് മാറ്റുവിൻ. കല്ലുകൾ, കല്ലിന് 2 മുഖങ്ങളുണ്ട്, പോസിറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ്. ബൈബിളിൽ പിതാവായ ദൈവത്തെ വിളിച്ചിരുന്ന പേരും പാറ എന്നാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. പിതാവായ ദൈവത്തെ വിളിച്ചിരുന്ന പേര് പാറ എന്ന. കല്ല്, പോസിറ്റീവ് ഫേസ്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. ദാവീദ് വിളിച്ചിരുന്ന, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. പിതാവായ ദൈവത്തെ വിളിച്ചിരുന്ന പേര് കല്ല്, പാറ. 2, പുത്രനെ വിളിച്ചിരുന്നതും കല്ല് എന്നു തന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നു, അതിനാൽ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായിട്ടിരിക്കുന്നു, വിലയറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ചഞ്ചല ചിത്തനാകുകയില്ല. അടിസ്ഥാനമിട്ടിരിക്കുന്ന പാറ, പുത്രനെ വിളിച്ചതും. വിശുദ്ധ പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ച ആ ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. പാറ, കല്ല്, പോസിറ്റീവ് ഫെയ്ത്ത്. ബൈബിളിൽ കല്ലിന് 2 അർത്ഥമുണ്ട്, പോസിറ്റീവ് മുഖം, നെഗറ്റീവ് മുഖം. ഞാനിപ്പോൾ പറയുന്നത് നെഗറ്റീവ് മുഖമല്ല, പോസിറ്റീവ് മുഖം. ആദ്യത്തെ പള്ളി ഏതാന്ന് പറയാമോ? നമ്മളെല്ലാം ദേവാലയത്തിൽ പോകുന്ന ആദ്യത്തെ പള്ളി ഏതാ പറയും? ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി ഏതാ? ഒരു കല്ലായിരുന്നു. ഹല്ലേലൂയ. യാക്കോബ് തലയണയായി വച്ചിരുന്ന കല്ലിൽ എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്ത് അതൊരു പള്ളിയാക്കി മാറ്റി. ആദ്യത്തെ പള്ളി ഒരു കല്ലായിരുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പോസിറ്റീവ് ഫേസ്. ആദ്യത്തെ ബൈബിൾ ഏതാ പറയും? ആദ്യത്തെ ബൈബിൾ ഏതാ? കർത്താവേ, നിങ്ങളെന്താ മിണ്ടാത്തത്? ഞാൻ അച്ഛനെ വിളിച്ച് അന്ത്യകൂദാശ നടത്തണോ? അയ്യോ ബ്രദറെ, വേണ്ട. ആദ്യത്തെ ബൈബിൾ ഏതാ? മോശ മലമുകളിൽ നിന്നും താഴേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ കൈകളിൽ 2 കൽ പലകകൾ ഉണ്ടായിരുന്നു. ഒന്നിൽ 4 കൽപ്പനയും മറ്റൊന്നിൽ 6 കൽപ്പനയും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ ബൈബിളും ഒരു കല്ലായിരുന്നു. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് വചനത്തിലൂടെ ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു കല്ല്, അത് എപ്രകാരമാണ്, ഈ കല്ലിൻ്റെ വില എന്താണ്, ഈ കല്ല് എങ്ങനെയാണ്, ഈ കല്ല് എപ്രകാരമായിരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ കല്ല് ആദ്യം എടുത്ത് മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്നില്ല? സ്വരം ഉയർത്തി ഹല്ലേലൂയ. ജോർദാൻ നദിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, ശ്രദ്ധിച്ച് കേട്ടോ, ജോർദാൻ നദിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇസ്രായേൽ ജനത്തിനോട് ജോഷുവ പറയുകയാണ്, നിങ്ങൾ ജോർദാൻ നദിയുടെ സെൻറ്റർ എത്തുമ്പോൾ അവിടെ നിന്ന് 12 കല്ലുകൾ നിങ്ങൾ ശേഖരിക്കണം. ഓർമ്മയുടെ സുഗന്ധത്തിൻ്റെ
കല്ല്. ഹല്ലേലൂയ. പോസിറ്റീവ് ഫേസ്. നമ്മൾ പോസിറ്റീവ് ഫേസ് പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൽ നിറച്ച് കിടപ്പുണ്ട് പോസിറ്റീവ് ഫേസ്. നെഗറ്റീവ് ഫേസിലേക്ക് കടന്നു പോവുക. കല്ല്, നെഗറ്റീവ് ഫേസ്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 91 അധ്യായം 12 വാക്യം എന്താ പറയുന്നത്? നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ. അപ്പോൾ കല്ല് എന്നെ വീഴ്ത്താൻ സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. എന്നെ തട്ടി വീഴ്ത്തിക്കാൻ പറ്റുന്ന ഒരു കല്ല് നമ്മുടെ മുമ്പിലുണ്ട്. കല്ല് വീഴ്ത്തിപ്പിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ എന്നെ കൈകളിൽ അവൻ വഹിച്ചുകൊള്ളും. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പരസ്യ ജീവിതത്തിൽ, ശ്രദ്ധിച്ച് കേൾക്കുക, അവൻ്റെ പരസ്യ ജീവിതത്തിൽ 5 കല്ലുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. 5 കല്ലുകൾ. അതാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. 5 കല്ലുകൾ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൽ അഭിമുഖീകരിച്ച 5 കല്ലുകൾ. അവൻ എങ്ങനെയാണ് ആ 5 കല്ലുകളെ ഫേസ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആ കല്ലുകൾ വന്നപ്പോൾ ആ കല്ലിനെ എങ്ങനെയാണ് അവൻ എതിരിട്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ കല്ല് യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 5 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായം 5 വാക്യം. യേശു അഭിമുഖീകരിച്ച ഒന്നാമത്തെ കല്ല്. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? സന്ദർഭം ഏതാണെന്ന് മനസ്സിലായോ? ഏതാ ഏതാ? പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായി കൊണ്ടുവരുമ്പോൾ അതാണ് സന്ദർഭം. ഈ സന്ദർഭം കടന്നു വരുന്ന സമയത്ത് ഈ കല്ലുകളുമായി ഒരു ജനം വരികയാണ്. യേശു ക്രിസ്തു ആ കല്ലിനെ എങ്ങനെ ഫേസ് ചെയ്തു? ഇന്ന് നമ്മൾ ആ കല്ലിനെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കല്ലുകൾ വരുമ്പോൾ എങ്ങനെ ഈ കല്ലിനെ ഫേസ് ചെയ്യണം? അതാണ് ഒന്നാമത്തെ കല്ലിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നത്. അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഹല്ലേലൂയാ. സ്റ്റോൺ എന്താ പറയുന്നത്? ആദ്യത്തെ കല്ല് സ്റ്റോൺ ഓഫ് സ്ട്രഗിൾസ്, പോരാട്ടത്തിൻ്റെ കല്ല്. നേരിട്ടത് എങ്ങനെ? കർത്താവ് എങ്ങനെയാ നേരിട്ടത് ആ കല്ലിനെ? നിശബ്ദതയോടെ. അവിടെ കർത്താവ് കിടന്ന് ബഹളം ഉണ്ടാക്കിയോ? കർത്താവ് നിശബ്ദതയോടെ, സ്റ്റോൺ win by silence, നിശബ്ദതയിൽ, മൗനത്തിലാണ് ആ കല്ലിനെ കർത്താവ് നേരിട്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിശബ്ദത നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ പലപ്പോഴും ചില കല്ലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഭർത്താവ് ഒരു കല്ലുമായി കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാ നേരിടുന്നത്? ഇവിടെ കർത്താവ് പറഞ്ഞു, ചില കല്ലുകൾ നിങ്ങൾ നിശബ്ദതയോടെ കൈകാര്യം ചെയ്യണം. വിൻ ബൈ സൈലൻസ്. അവിടെ ഫൈറ്റ് ചെയ്യാൻ പോകരുത്. ഇവിടെ നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടങ്ങൾ എങ്ങനെയാ? പറഞ്ഞ വാക്കിനെ ഓർത്ത് ദുഃഖിക്കുന്നവരും പറയാനിരിക്കുന്ന വാക്കിനെ ഓർത്ത് താലോലിക്കുന്നവരുമാ നമ്മൾ ഓരോരുത്തരും. പറഞ്ഞ വാക്കിന്റെ അടിമയും പറയാത്ത വാക്കിന്റെ ഉടമയുമാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം. നമ്മൾ വാതോരാതെ സംസാരിക്കുന്നവരാ, എന്തിനും ഏതിനും ആർഗ്യൂ ചെയ്യുന്നവരാ, എന്തിനേയും എതിർക്കുന്നവരാ. എന്താണെന്ന് പോലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി നമ്മൾ ബ്ലാ 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 നടിച്ചോണ്ടിരിക്കുന്നവരാ. കർത്താവ് പറയുന്നു, നിങ്ങൾ കല്ലിനെ നേരിടുമ്പോൾ എങ്ങനെ നേരിടണം? എങ്ങനെ? നിശബ്ദതയോടെ. അതാ കർത്താവ് അവിടെ പാപിനിയായ സ്ത്രീയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് അവിടെ ഒരു വചനപ്രഘോഷണം ഒന്നും നടത്തിയില്ല. നടത്തിയോ? ഒരു വചനപ്രഘോഷണം അവിടെ നടത്തിയില്ല. എണീറ്റ് നിന്നുകൊണ്ട് മൈക്കെടുത്ത് വാതോരാതെ ബ്ലാ ബ്ലാ നടിച്ചൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. നിശബ്ദതയോടെ അവരെല്ലാം തിരിച്ചുപോയി. ഹല്ലേലൂയ. സാധാരണ ഒരു ദിവസം ഒരു പുരുഷൻ 2000 മുതൽ 3000 വരെയുള്ള വാക്കുകൾ സംസാരിക്കുമെന്ന് പറയുന്നത്. എത്രയാ? എന്നാൽ സ്ത്രീകൾ എത്രയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ഗസ് ചെയ്യാമോ? അപ്പൊ ചിലരൊക്കെ എത്രയായിരിക്കും ഒന്ന് പറഞ്ഞേ.
3000 മുതൽ 8000 വരെ വാക്കുകളാണ് ഒരു ദിവസം സ്ത്രീകൾ സംസാരിക്കുന്നു പറഞ്ഞു. എൻ്റെ പൊന്നോ, ഹല്ലേലൂയ. സ്ത്രീകൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, ചരിത്രം പറയുന്നതാ. ചരിത്രം പറയുന്നു ഒരു സ്ത്രീ ഒരു ദിവസം 3000 മുതൽ 8000 വരെയുള്ള വാക്കുകൾ ഒരു ദിവസം സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് മൊബൈൽ കമ്പനി വരെ പറയുന്നത് എന്താ? എങ്ങനെ റീചാർജ് ചെയ്യാൻ പറയണേ? അൺലിമിറ്റഡ് ടോക്ക് ടൈം, പരിധിയില്ലാതെ നിങ്ങൾ സംസാരിക്കും. പ്രായമായി CC അടഞ്ഞിരിക്കുന്ന അമ്മാമ്മയും ടോപ്പപ്പ് ചെയ്യും അൺലിമിറ്റഡ്. ഹല്ലേലൂയ. എന്തിനാ? ചുമ്മാ. നിങ്ങൾ കമ്പനി പറയുന്ന നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കൂ. അതാണോ കമ്പനി പറഞ്ഞേ? നമ്മളതാ ചെയ്യണേ. പറച്ചല്ല, നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരിക്കുക. ഭർത്താവ് ഒരു വാക്ക് പറയുമ്പോൾ ഭർത്താക്കന്മാർ, ശരിയാ ബ്രദറെ, സത്യ, വീട്ടിൽ ഇത് തന്നെയാണ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ 100 എണ്ണം പറയും, പിന്നെ ഞാൻ അവിടെ ഇരിക്കും. ഹല്ലേലൂയ. അതാ അവസ്ഥ. അപ്പോൾ ഒരു ചേച്ചി ഭർത്താവ് വാ വാ, ഹല്ലേലൂയ. ഇതാണ് അവസ്ഥ. നമ്മൾ ശാന്തതയില്ലെന്നേ. നമ്മുടെ മക്കളെ ശാന്തത പഠിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നമ്മളെല്ലാ മക്കളോടും പറയാറുണ്ട്, നിങ്ങൾ എന്തിനും ഏതിനും പ്രതികരിക്കണം, പറഞ്ഞിട്ടില്ലേ? അതേ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നിശബ്ദതയാകേണ്ടിടത്ത് നിശബ്ദതയാകണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത മാതാപിതാക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകളുടെ അവസ്ഥ കണ്ടോ? ചില നമ്മൾ ഇതില് മൊബൈലിലൂടെ കാണുമ്പോൾ തെരുവിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ തമ്മിലടി, ആണുങ്ങൾ തമ്മിലടി, അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം, അടുത്ത് അടിയെന്ന് പറഞ്ഞാൽ 1-1.5 അടിയാ. പണ്ടൊക്കെ അടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഓടും. ഇന്ന് അങ്ങനെയല്ല, എവിടെ പോയാലും അടിയാ. ഹല്ലേലൂയ. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന മക്കള്, നിശബ്ദതയില്ലാത്തൊരവസ്ഥ, ശാന്തതയില്ലാത്തൊരവസ്ഥ. കർത്താവ് പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്ത ആദ്യത്തെ കല്ല് ശാന്തതയോടെയാ. അവളെ കല്ലെറിയാനായി കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അങ്ങനെയെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം വരേണ്ടത് എന്താ? നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അപ്പൊ ഞാൻ ശാന്തമാവും. ഹല്ലേലൂയ. ശാന്തമാവും. ഇത്രയേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ സിമ്പിളാന്നേ. ഇത് വലിയ തിയോളജിക്കൽ പരമായിട്ട് നിങ്ങളൊന്നും പഠിക്കണ്ട. സിമ്പിളായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. പാതുവായാലൊരു അന്തോണിയുണ്ട്, വിശുദ്ധ അന്തോണി. ഇപ്പോഴും നാവ് നമ്മൾ മരിച്ച ആദ്യം അഴുകണ എന്തായിരിക്കും? ഹല്ലേലൂയ. ആദ്യം അഴുകണ നമ്മുടെ നാവായിരിക്കും. ശരിയല്ലേ? നമ്മുടെ നാവ് ഒന്ന് അടക്കി വെച്ച കാലം മറന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും പറയുന്നു, ഒരു വിശ്വാസിയുടെ നാവ് എന്ന് പറയുന്നത് റോയൽ ഗേറ്റാ. ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനിയുടെ നാവ് എന്ന് പറയുന്നത് റോയൽ ഗേറ്റാ. ഈ റോയൽ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും തുറന്നു കിടക്കുവോ? ഇല്ല, അതെപ്പോഴും അടഞ്ഞാൽ കിടക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആ റോയൽ ഗേറ്റ് തുറക്കും. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വിശ്വാസികളുടെ നാവ് എന്ന് പറയുന്നത് റോയൽ ഗേറ്റ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി നീ മറുപടി നൽകണം. കേൾക്കുന്നതിന് മുമ്പേ നീ മറുപടി പറയാൻ നിൽക്കരുത്. നിന്റെ ഭർത്താവ് ശാന്തതയോടെ നിന്നോട് പറയുമ്പോൾ തിരിച്ച് പറയാൻ നീ അതെന്താ പറയേണ്ടതെന്ന് പറഞ്ഞ് ചിന്തിച്ച് വാതോരാതെ നീ സംസാരിക്കരുത്. അയൽവാസി നിന്നോടൊരു വാക്ക് പറയുമ്പോൾ അത് കേട്ട് മറുപടി പറയാൻ നിൽക്കണം. ആരാണോ നിന്നോട് പറയാൻ നിൽക്കുന്നത്, നിന്റെ പ്രായമുള്ള നിന്റെ അമ്മ നിന്നോടൊരു വാക്ക് പറയുമ്പോൾ പ്രായമുള്ള അമ്മയുടെ വാക്ക് ചിലപ്പോൾ കേൾക്കാനായിട്ട് നമ്മുടെ കാതുകൾക്ക് ഒരു ഇമ്പമുണ്ടാകില്ല, ചിലപ്പോൾ ക്ലിയർ ഉണ്ടാകില്ല. അപ്പോൾ ശാന്തതയോടെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ തള്ള എന്താ പറയണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകേണ്ടവരല്ല നമ്മള്. ഹല്ലേലൂയ. ശാന്തത നമ്മളുടെ കൈകളിൽ. അതൊരു കർത്താവ് ആദ്യത്തെ കല്ല് കർത്താവ് കാണിച്ചു തന്നത്. ശാന്തതയോടെ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആദ്യത്തെ കല്ല് ശാന്തത. സൈലൻസ്. വിൻ ബൈ സൈലൻസ്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം.
കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടേ. കർത്താവ് ഈ ചോദ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വായിക്കുന്നത് നല്ലതാണ്. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഞാൻ വടിയുമായി നിങ്ങളടുത്ത് വരുന്നതാണോ അതോ സ്നേഹത്തോടെ വരുന്നതാണോ? അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി വരുന്നതാണോ നിങ്ങൾക്കിഷ്ടം? ഏതാ നിങ്ങൾക്കിഷ്ടം? കേട്ടില്ല. അപ്പം നിങ്ങളുടെ ഭർത്താവിനോട് പോകുമ്പോൾ എങ്ങനെ പോകണം? വടിയുമായിട്ടാണോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പോകേണ്ട എങ്ങനെയാ പോകണ്ടേ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പോകുമ്പോൾ എങ്ങനെ പോകണം? സ്നേഹത്തോടെ, വടിയുമായിട്ടല്ല. ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്ന കർത്താവ് വചനത്തിലൂടെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഞാൻ വടിയുമായി വന്നാൽ ഇവിടെ ഇരിക്കുന്നവർ ചാട്ടവാർ അടി കൊണ്ട് അങ്ങ് പൊളയും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് സ്നേഹത്തോടെ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്നേഹത്തോടെ. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അടുക്കൽ വരുന്നവരടുത്ത് പോകേണ്ടത് എങ്ങനെയാ? വടിയുമായിട്ടാണോ? അടിയുമായിട്ടാണോ? ചവിട്ടുമായിട്ടാണോ? കുത്തുമായിട്ടാണോ? സ്നേഹത്തോടെ കടന്നു പോ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കല്ല്, യേശു അഭിമുഖീകരിച്ച രണ്ടാമത്തെ കല്ല്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 59-ാമത്തെ വാക്യം. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്നും മറഞ്ഞ് ദേവാലയത്തിൽ നിന്നും പുറത്തുപോയി. ഹല്ലേലൂയ. സന്ദർഭം എന്തായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ വന്ന് വചനം പറയാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. വിഷയം നിത്യത. നിത്യതയെക്കുറിച്ച് കർത്താവ് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ ഞാൻ അബ്രഹാമിന് മുന്നേ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴേക്കും അവർ എറിയാൻ കല്ലുകൾ എടുത്തു. യേശു എന്തു ചെയ്തു? ഇപ്പൊ വായിച്ചു കേട്ടില്ല, എന്നാ പറഞ്ഞേ? ഒഴിഞ്ഞ്. കർത്താവ് അവിടെ പറഞ്ഞോ, ഞാൻ കാണിച്ചില്ല, ഞാൻ തെളിവ് തരാമെന്ന് കർത്താവ് പറഞ്ഞോ? കർത്താവ് ഒഴിഞ്ഞു മാറി. ചെറു കല്ലുകളോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ കൂടെ ഒരു എല്ല് കൂടെ ഇടണം. അപ്പം എന്താവും? ഫൈറ്റിൻ്റെ കൂടെ ഒരു എല്ല് കൂടെ ചേർത്താൽ എന്താവും? ഫ്ലൈറ്റ്. ഹല്ലേലൂയ. ചില കല്ലിൽ നിന്നും നമ്മൾ ഫ്ലൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഒരു ബന്ധവുമില്ലാതെ ചില വ്യക്തികൾ രാത്രിയിൽ മെസ്സേജ് ഇട്ടു, ഹലോ. അപ്പം പിന്നെ നമ്മുടെ സമാധാനം പോയി. ഇതാരാണെന്ന് അറിയണം. ഈ ഹലോ ഇട്ടത് ആരാന്നറിയണം. പിന്നെ നമ്മുടെ രാത്രിയുടെ സമാധാനം, ഇതാരാ? ഒരു പരിചയമില്ലാത്തൊരു നമ്പർ. അപ്പം തിരിച്ച് ഹലോ ഇതാരാ? പിന്നെ ആ ഹലോ തുടങ്ങി പിന്നെ വേറെ എവിടെയോ എത്തി. ഹല്ലേലൂയ. ഇപ്പൊ ചില കല്ലുകളോട് മക്കളെ നിങ്ങൾ ഫൈറ്റ് ചെയ്യരുത്. നമ്മൾ ഒഴിഞ്ഞു മാറണം ചില കല്ലുകളോട്. ചങ്ങമ്പുഴ എപ്പോഴും ഒരു പാട്ട് എഴുതി, നായകനും നായികയും കൂടെ പാടിയൊരു പാട്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പൊ കാമുകം പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും. പഴയ ഓർമ്മ കയറി വന്നു. അമ്മച്ചിക്ക് പഴയ ഓർമ്മ കയറി വന്നു. ഹല്ലേലൂയ. പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. പക്ഷെ ഇന്നത്തെ തലമുറ എന്താ പാടണേ? ഡാഡി മമ്മി വീട്ടിലില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, വാടാ വീട്ടിൽ വാ. അതവസ്ഥ ഇന്നത്തെ നമ്മുടെ തലമുറയുടെ അവസ്ഥ. കല്ലുകളെ വിളിച്ചു വരുത്തുക, വാ അല്ലേ? പണ്ട് നമ്മള് വസ്ത്രങ്ങൾ, ഒരു മനോഹരമായി വസ്ത്രം ധരിച്ചിരുന്നു. പണ്ടത്തെ അമ്മമാര് എന്താ പറയുന്നത്, ചട്ടയും മുണ്ട് ഇട്ടിട്ട് പോകും. ആണോ? ഇല്ലേ? ചട്ടയും മുണ്ട് ഇട്ടിട്ട് പോകുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന എങ്ങനെയായിരുന്നു? നമ്മളൊരു ബുക്കൊക്കെ ഇങ്ങനെ പിടിച്ച് തല കുനിച്ച് ഭവ്യതയോടെ ഇങ്ങനെ ഒരു പോക്കമുണ്ട്. ശരിയാണോ? ആണോ? പണ്ട് പോകുന്നത് പോലെയാണോ ഇന്ന് നമ്മുടെ മക്കൾ പോണേ? പണ്ട് ചട്ടയും മുണ്ട് ഇടുമ്പോൾ പുറകിലൊരു വാലുണ്ട്, അമ്മച്ചിയുടെ വാല് അല്ലേ? പോകുമ്പോണ്ട് ആ പറയണ എന്താണെന്നറിയാം? പോടാ എനിക്ക് കെട്ടിയവനുണ്ട്, വരണ്ട.
അമ്മച്ചി പോകുമ്പോൾ രസമുണ്ട് ഇങ്ങനെ ആട്ടിയാട്ടിങ്ങനെ. ഇന്നത്തെ മക്കളോ ചുരിദാർ ഇവിടെ വരെ കീറിയിട്ടിട്ട് വാടാ വാടാ, ഞാൻ ഒറ്റയ്ക്ക വാടാ വാടാ, ഇതാ അവസ്ഥ. കല്ലുകൾ മാറ്റേണ്ടിടത്ത് കല്ലുകൾ മാറ്റാതെ ആ കല്ലുകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ആ കുടുംബം തകരുകയാ. ഫ്ലൈറ്റ് ചെയ്യേണ്ട കല്ലുകളെ നിങ്ങൾ ഫ്ലൈറ്റ് ചെയ്ത് തന്നെ മാറ്റണം. ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചില കല്ലുകളിൽ നമ്മൾ മാറണം. കർത്താവ് കാണിച്ചു തന്നു, തെന്നി മാറ. പൂർവ്വ യൗസേപ്പ് ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോ അവിടെ നിന്നും അവന്റെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാ? പോത്തിഫറിന്റെ ഭാര്യ അവനെ പ്രാപിക്കാൻ കടന്നു വരുമ്പോ അവൻ എന്താ ചെയ്തേ? ചക്കരെ ബാ എന്നാണോ വിളിച്ചേ? തെന്നി മാറി ആണോ? അവിടെ തെന്നി മാറി. ഇന്ന് നമുക്ക് തെന്നി മാറാൻ പറ്റുന്നില്ല. ഇവിടെ കർത്താവിനെ കല്ലെറിയാനായിട്ട് കടന്നു വരുമ്പോൾ തന്നെ കർത്താവ് ആ കല്ലിനെ പിടിക്കാൻ പറ്റാത്തതാണോ കർത്താവിന്? ഈ ലോകത്തെ സൃഷ്ടിച്ചവന് തെന്നി മാറേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ? എന്നിട്ട് കർത്താവ് കാണിച്ചു തന്നു, അവൻ മാറിക്കൊടുത്തു. അതാണ് കർത്താവ് കാണിച്ചു തരുന്ന ആ കാഴ്ച നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. പ്രാണനെടുക്കുന്ന കല്ല്. ചില കല്ലുകൾ നമ്മുടെ പ്രാണനെടുത്തിട്ടേ പോകൂ. ഈ പ്രാണൻ എടുത്താൽ പിന്നെ ഈ പ്രാണൻ തിരിച്ചു പിടിക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയത്തുള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന കുറേ പേര് ഈ കല്ലിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് കാണിച്ചു തരുന്നു, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. അവസരവും അതുപോലെ സാഹചര്യവും ഒരുമിച്ച് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പാപം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതാണ് ഡിസയർ പ്ലസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഈക്വൽ ടു സിൻ. അവസരവും ആഗ്രഹവും ഒരുമിച്ച് ചേർന്നപ്പോ പാപം. അവസരം വന്നു, വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മൊബൈൽ കയ്യിലെടുത്തു, സാഹചര്യം ഒത്തു വന്നു, ചെയ്തു, പാവം. കല്ലിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഫൈറ്റ് ചെയ്ത കല്ല് പ്രാണനും എടുത്തുകൊണ്ടുപോയി. ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക്, ഭാര്യ അറിയാതെ ഭർത്താവിന് താലോലിച്ച് കടന്നു പോകുന്ന ബന്ധങ്ങൾ ഇത് പ്രാണനെടുക്കുന്ന കല്ലാണ്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പ്രാണൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ആയുധമായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിന്റെ ആലയമായി മാറേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷെ ആ ആലയത്തെ നശിപ്പിച്ചുകൊണ്ട് കടന്നുപോയി ഫൈറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ കല്ലിന് ഫൈറ്റ് ചെയ്ത് പ്രാണൻ ജീവൻ വെടിഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ തരം താണു കിടക്കുന്നൊരു സാഹചര്യം. വലതുകരം ഉയർത്തി പറയട്ടെ ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അന്തസത്ത പണയം വെച്ച് കടന്നു പോകരുത്, വലിച്ചെറിയരുത് നിങ്ങളുടെ ജീവൻ. ക്രിസ്തുവിന്റെ അന്തസത്ത കളയരുത് സഹോദരങ്ങളെ. ക്രിസ്ത്യാനികളാ നിങ്ങള്. ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട്, ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട്, ക്രിസ്തുവിന്റെ മക്കൾ എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികളാ. അതാ നമ്മൾ കിടന്ന് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ താൻ തോന്നിയായി ജീവിക്കുന്നവര്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ള വാക്യ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗീകതകളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ചില മദ്യപാനങ്ങളിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഭാര്യ അറിയാത്ത ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഭർത്താവ് അറിയാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. മാതാപിതാക്കൾ അറിയാത്ത ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കാണുന്നില്ല, ആരും അറിയുന്നില്ല, രഹസ്യം. ആഹാ കൊള്ളാം, അറ്റ ഭർത്താവ് അറിഞ്ഞില്ല. ആഹാ കൊള്ളാം, ഭാര്യ അറിഞ്ഞില്ല. ആഹാ കൊള്ളാം, അമ്മയും അപ്പനും അറിഞ്ഞില്ല. ആഹാ കൊള്ളാം, അയൽവാസി അറിഞ്ഞില്ല. നീ വിചാരിക്കുമ്പോൾ നിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവം മുമ്പിലുണ്ട് എന്ന സത്യം നീ തിരിച്ചറിയാതെ പോകരുത്. ഒരു CCTV ക്യാമറ വരുമ്പോ നീ ഭയപ്പെടുന്നു എന്തെങ്കിലും എടുക്കാൻ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നീ കയറി ചെല്ലുമ്പോ അയ്യോ CCTV ക്യാമറ ശ്രദ്ധിക്കുന്നുണ്ട്, മോളെ മാറി നടക്ക്. എന്നാൽ നീ ജനിച്ചപ്പോഴേ നിന്റെ മുമ്പിൽ ഒരു CCTV ക്യാമറ ഫിറ്റ് ചെയ്ത് കർത്താവ് വിട്ടിട്ടുണ്ട്. അതാരെങ്കിലും അറിയുന്നുണ്ടോ? ഒരു ദിവസം നിന്റെ പിക്ചർ കാണും. ഹല്ലേലൂയ. ഒരു ദിവസം നിന്റെ സിനിമ അവിടെ പ്രദർശിപ്പിക്കും.
അപ്പോൾ നീ കാണും നിൻ്റെ അവസ്ഥ എന്താണെന്ന്. CCTV ക്യാമറ എല്ലാം ഒപ്പി എടുക്കുന്നുണ്ട്. ഹാലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നു, നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു, ദുഷ്ടന്റെ പെരുമാറ്റം അവനെ വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു. ദുഷ്ടൻ വഴിതെറ്റുന്നു, ദുഷ്ടൻ കല്ലുകളെ ഫൈറ്റ് ചെയ്യും, അവൻ ഒഴിഞ്ഞു മാറില്ല. ദുഷ്ടന്റെ ചിന്താഗതി എപ്പോഴും അവൻ എന്ത് ചെയ്യും? പ്രാണനെടുക്കുന്ന കല്ലുകളുടെ പിന്നാലെ കടന്നുപോയി പ്രാണനെ അവൻ വലിച്ചെറിയുന്നു. അവൻ ക്രിസ്ത്യാനിയാണെന്ന ചിന്ത മറന്നുകൊണ്ട്, ക്രിസ്തുവിനെ വഹിക്കുന്നവനാണെന്ന് മറന്നുകൊണ്ട് പാപകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അവൻ്റെ ശരീരത്തെ അവൻ മലിനമാക്കുമ്പോൾ തിരിച്ചറിയ, നീ പ്രാണൻ നഷ്ടപ്പെട്ട് വെറും ജീവശവമായി കിടക്കുന്ന വെറും ശവമാണെന്ന സത്യം നീ തിരിച്ചറിയേ. ഹല്ലേലൂയ. പ്രാണൻ എടുക്കുന്നവൻ പ്രാണൻ എടുക്കാൻ നിന്റെ മുമ്പിൽ അവൻ മാറി തന്നു. സൃഷ്ടിച്ചവൻ, സൃഷ്ടികർത്താവ് കാണിച്ചു തന്നു, മാറിപ്പോ. പക്ഷെ നമ്മൾ സൃഷ്ടികൾ എന്ത് ചെയ്യുന്നു? ആ കല്ലിനോട് ഫൈറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് ശേഖരം എടുത്തോണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അഭിമുഖീകരിച്ച മൂന്നാമത്തെ കല്ല്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചവരുടെ ആദ്യത്തെ നമ്മൾ വായിച്ച വാക്യാണ്, കുറിവാചകമാണ്. സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് കേൾക്കുന്നില്ല. നീ വേദനയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നീ രോഗത്തിലിരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബം തകർക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ 4-ാം ദിവസത്തെ 3-ാം ദിവസമാക്കി മാറ്റണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 4-ാം ദിവസത്തെ 3-ാം ദിവസമാക്കി മാറ്റണം. ബൈബിളിൽ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, പ്രതീക്ഷയുടെ ദിവസമാണ് 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അത് ഏത് ദിവസാ? പറയ്, ഏതാ ദിവസാ? കാനായുടെ കല്യാണം ഓർമ്മയുണ്ടോ? സ്വന്തം കല്യാണം ഓർമ്മയുണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ ബ്രദറേ, മറന്നിരിക്കുക. ഹല്ലേലൂയ. കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അത് 3-ാം ദിവസം. മോറിയ മലയിൽ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് അബ്രഹാം, അതൊരു 3-ാം ദിവസം. യോനായെ തിംകലം കരയിൽ ഛർദ്ദിച്ചിട്ടത് ഒരു 3-ാം ദിവസം. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് ഒരു 3-ാം ദിവസം. 3-ാം ദിവസം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ, അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസമാണ്. അവിടെയാണ് മാർത്ത പറയുന്നത് ഇത് 4-ാം ദിവസം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഓരോ വാക്കിന് അർത്ഥമുണ്ട്. ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയമാണ് 4-ാം ദിവസം. പ്രതീക്ഷയുള്ള സമയം. ഇവിടെ കർത്താവ് ഈ 4-ാം ദിവസത്തെ 3-ാം ദിവസമാക്കിയത് എങ്ങനെയാ കർത്താവ് ആ 4-ാം ദിവസത്തെ 3-ാമത്തെ ദിവസമാക്കി മാറ്റിയത്? കർത്താവ് എവിടെയാ നോക്കിയത്? എന്താ നോക്കിയേ? സ്വർഗത്തിലേക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് കാര്യം കർത്താവ് ചെയ്തു. 1, സ്വർഗത്തെ നോക്കി. 2, പ്രാർത്ഥിച്ചു. അത് 4-ാം ദിവസം എത്രാമത്തെ ദിവസമായി മാറി? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിരാശയിൽ, ദുഃഖത്തിൽ, പ്രശ്നങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, തകർച്ചകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് 4-ാം ദിവസമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം തകർന്ന് തരിപ്പണമായി കടബാധ്യതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് 4-ാം ദിവസം. നിങ്ങളുടെ മക്കളുടെ വിവാഹ തടസ്സമുണ്ടോ? അത് 4-ാം ദിവസം. കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ കിട്ടുന്നില്ലേ? അത് 4-ാം ദിവസം. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ രോഗാവസ്ഥയിൽ ഞെരുങ്ങി നിൽക്കുന്നുണ്ടോ? ഇത് 4-ാം ദിവസം. ഈ 4-ാം ദിവസം ഏത് ദിവസമാക്കി മാറ്റണം? 3-ാം ദിവസമാക്കി മാറ്റണം. അതാ കർത്താവ് പറഞ്ഞേ, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അവിടെയാണ് നിന്റെ 4-ാം ദിവസം 3-ാം ദിവസമായി മാറുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ പുറകിൽ ഈജിപ്തിൻ്റെ പടയാളികൾ, മുമ്പിലെ ചെങ്കടൽ, പകച്ചു നിൽക്കുന്ന ലോക്ക്ഡൗൺ എന്ന് പറയും. യഥാർത്ഥ ലോക്ക്ഡൗൺ അതായിരുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൽ കിടന്നവരല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാണ്ട് ഇറങ്ങി. പക്ഷേ യഥാർത്ഥ ലോക്ക്ഡൗൺ ഇസ്രായേൽ ജനങ്ങൾ അനുഭവിച്ചു. എപ്പോഴെന്നറിയാവോ? ഈ ചെങ്കടലിൻ്റെയും ഈജിപ്തിൻ്റെ പടയാളികളുടെയും നടുവിലൊരു ലോക്ക്ഡൗൺ. മുമ്പിൽ പോകാനും പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്തേ? ആ ലോക്ക്ഡൗൺ എന്ത് ചെയ്തു?
ട്രാപ്പിൽ കിടക്കുന്നവനെ ട്രാക്ക് ഒരുക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. ട്രാപ്പിൽ കിടക്കുന്നവന് ട്രാക്ക് ഒരുക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. നീ ട്രാപ്പിലാണോ? ആ ട്രാപ്പിനെ ട്രാക്കാക്കി മാറ്റാൻ ഒരു രക്ഷകൻ നിന്റെ മുമ്പിലുണ്ട്. കണ്ണു തുറന്ന് നീ കണ്ടാൽ മതി. പക്ഷെ കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോഴും 4-ാം ദിവസത്തിലാണ് കിടക്കണേ. നമ്മളിപ്പോഴും 4-ാം ദിവസം. ഈ 4-ാം ദിവസം മാറ്റി നിന്റെ 3-ാം ദിവസം ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നിനക്ക് കാണാൻ പറ്റും. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ 3-ാം ദിവസം നിന്റെ കൺമുമ്പിലുണ്ട്. 4-ാം ദിവസത്തെ നീ വലിച്ചെറിയ. സ്വർഗത്തെ നോക്ക്, കരങ്ങൾ ഉയർത്ത്, വിളിക്ക്, അപ്പാ. കർത്താവ് ഇടപെടും. ഹല്ലേലൂയ. അതാണ് ക്രിസ്തു. അവിടെയാണ് ദൈവം നമ്മളിൽ ഇടപെടുന്നത്. അല്ലാണ്ട് നമ്മളിവിടെ കടന്ന് എല്ലാ തവണയും ധ്യാനത്തിന് വരുന്നു, ഈ 4-ാം ദിവസം കഴിഞ്ഞു, ചീഞ്ഞ് നാറിയ ശരീരമായിട്ട് തിരിച്ചു പോയി നമ്മൾ ഉള്ള സ്പ്രേയും അടിച്ച് നടക്കുക. ഹല്ലേലൂയ അല്ലേ? നമ്മളിതാ നമ്മുടെ അവസ്ഥ. അടിയോ അടി, അടിയോ അടി, സ്പ്രേ അടി, എവിടെയൊക്കെ മേടിക്കാറുണ്ടോ അടിക്കുക. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല മണമാണ്. പക്ഷെ നമ്മളെപ്പോലെ ചീഞ്ഞ് നാറിയ ഈ ലോകത്ത് വേറെ ആരുമില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ചത്താൽ നിങ്ങൾക്ക് ആ നാട്ടിൽ 7 അയലത്ത് നിൽക്കാൻ പറ്റുമോ? സ്മെല്ലടിച്ചാൽ പറ്റുമോ? പട്ടി ചത്തെടുത്താൽ നമ്മൾ മൂക്കും കൊത്തിയിട്ടാ പോലെ. മനുഷ്യൻ ചത്താലോ പറ്റില്ല, ഊപ്പാടുള്ളതും. ഹല്ലേലൂയ. ആശുപത്രി നിങ്ങൾ അഡ്മിറ്റ് ആവും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 86-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവേ. ഞാൻ അങ്ങിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു, എൻ്റെ ദുഃഖങ്ങളെ ഉയർത്തുന്നു, എൻ്റെ വേദനകളെ ഉയർത്തുന്നു, എൻ്റെ പ്രയാസങ്ങളെ ഉയർത്തുന്നു, എൻ്റെ കുടുംബത്തെ ഉയർത്തുന്നു, എൻ്റെ മക്കളെ ഉയർത്തുന്നു, എൻ്റെ സകലതിനെയും ഞാൻ ഉയർത്തുന്നു. എൻ്റെ 4-ാം ദിവസത്തെ 3-ാം ദിവസമാക്കി മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പറയുക. ഹല്ലേലൂയ. അവിടെ ദൈവം ഇടപെടും. അല്ലാണ്ടിരുന്ന എൻ്റെ കർത്താവേ ഞാൻ തളർന്നു കർത്താവ്, എത്ര നാളായി പ്രാർത്ഥിച്ചു. IELTS എൻ്റെ മോൾ എഴുതി, 4 തവണ എഴുതി, കിട്ടിയില്ല. 4-ാം ദിവസം കിടന്നിട്ട് വിളിക്കുക. മാർത്ത പറഞ്ഞു ചീഞ്ഞ് നാറി സ്മെല്ലടിക്കാൻ തുടങ്ങും. പറ്റില്ല, ഇത് 4-ാം ദിവസം. അവിടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ, മക്കളെ നിങ്ങൾ പോയി മക്കളോട് പറയാ, നിന്റെ 4-ാം ദിവസം 3-ാം ദിവസമാക്കി മാറ്റാൻ കഴിയുന്നൊരു ദൈവം, കർത്താവ്, രക്ഷകൻ, നാഥൻ, സർവശക്തൻ നിന്റെ മുമ്പിലുണ്ട്. നീ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നിനക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ശേഖരം പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, കർത്താവ് 3-ാമത്തെ കല്ലിനെ അഭിമുഖീകരിച്ചു. ഇനി 4-ാമത്തെ കല്ല്. എനിക്കിനി 2-3 മിനിറ്റേ ഉള്ളൂ. 11:45 നിർത്തണം. 4-ാമത്തെ കല്ല് മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 3-4 വാക്യം. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൽ വാതിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റുന്നത്? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. അത് വലിയ കല്ലായിരുന്നു. എന്തായിരുന്നു സന്ദർഭം? കർത്താവ് മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്ന സമയം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ കല്ല് മാറിയതാണോ മാറ്റിയതാണോ? ഉത്തരം പോരട്ടെ. ഈ കല്ല് മാറിയതാണോ മാറ്റിയതാണോ? കേട്ടില്ല. മാറിയതാണ്. ആണോ? മാറ്റിയതല്ല. ഉറപ്പാണോ? ഞാൻ പറയുന്നു മാറ്റിയതാണെന്ന്. ഹല്ലേലൂയ. പോയില്ലേ? കയ്യിൽ നിന്ന് പോയില്ലേ? ആ കല്ല് മാറ്റപ്പെട്ടു, മാറിയില്ല. കല്ല് മാജിക് കാണിച്ചോ? ആണോ? അത് മാറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ ചില കല്ലുകൾ ദൈവം മാറ്റാൻ തയ്യാറായി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഹോസ്പിറ്റലിൽ, ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി. ഒരു സഹോദരി ചെക്കപ്പിന് പോയി. ഡോക്ടർ പറഞ്ഞു എന്തോ ക്യാൻസറിൻ്റെ ചെറിയ സിംറ്റംസ് കാണുന്നുണ്ട്, നമുക്ക് ചെക്കപ്പൊക്കെ കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നീ തിരിച്ച് വീട്ടിലേക്ക് വാ, ഹോസ്പിറ്റലിലേക്ക് വാ, നമുക്ക് റിസൾട്ട് പറയാം. ഈ ചേച്ചി ടെസ്റ്റൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയി. ഈ ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും? ഇല്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും, അല്ലേ? വിളിക്കാത്ത ദൈവങ്ങളെ വിളിക്കും. ഉള്ള സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഇതാ ആശുപത്രിയുടെ അടുക്കിലേക്ക് പോവാ. ഡോക്ടർ പറഞ്ഞു സംഭവം ഉണ്ട്,
2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഈ വരാന്തയുടെ നടുവിലൂടെ ഇങ്ങനെ നടന്നു പോയി ഡോക്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നു. ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറയാണ്, അയ്യോ സാധനം കാണാനില്ല. ഇത് മാറിയതാണോ മാറ്റിയതാണോ? മാറിയതാണോ മാറ്റിയതാണോ? മാറ്റിയതാ. നിന്റെ വേദനകളെ മാറ്റുവാൻ കഴിയുന്നൊരു ദൈവം ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് 2 പേരെ കാണാനായിട്ട് സാധിക്കും. 2 പേര് കടന്നു പോവുകയാണ്. ഒന്ന് മാർത്ത, അതായത് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട 2 സ്ത്രീകൾ രാത്രി കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടുകയാണ്. പ്രതിസന്ധികളുടെ കല്ലറയിലേക്ക്. അതായത് ഇരുട്ട്, പ്രതിസന്ധികൾ, ഒറ്റപ്പെടൽ, കല്ലുകൾ. ഇതിൻ്റെ നടുവിലൂടെ ഓടുമ്പോൾ ഒരാൾ ചോദിക്കുക, എടി ആരെടി നമുക്ക് ഈ കല്ല് മാറ്റി തരണേ? ഹല്ലേലൂയ. അപ്പോൾ വേറൊരാൾ ചോദിക്കുക, എന്തായാലും നമുക്ക് പോയി നോക്കാം, പ്രതീക്ഷ. ഹല്ലേലൂയ. ആദ്യം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ആള് പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. അവർ കടന്നുപോയി. അപ്പോൾ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ വിശ്വാസം. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കല്ല്. ഈ കല്ലുകളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ നിങ്ങൾ പൊരുതുവാൻ തയ്യാറായാൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകൾ കർത്താവായ യേശുക്രിസ്തു മാറ്റിത്തരും. വിശ്വസിക്കുന്നവർ വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. ചില കല്ലുകളിൽ നിന്നും നമ്മൾ ഓടി ഓടി രക്ഷപ്പെടണം. മരണത്തിൻ്റെയും ജീവന്റെയും ഇടയിലുള്ള കല്ല്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 91-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നു, രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. നീ രാത്രിയിൽ ഒറ്റയ്ക്കാണെങ്കിലും നിന്നെ ആരും സഹായിക്കാനില്ലെങ്കിലും നീ ഭയപ്പെടണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. അതാണ് മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും കൂടെ ആ കല്ലറയിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അഗ്നിയുടെ, തീജ്വാലയുടെ, കൃപയുടെ വചനം അവരെ ജ്വലിപ്പിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം എന്ത് കേട്ടില്ല? ഭയം. ഉറങ്ങുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും പേര് ഉറങ്ങുമായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും പേര് ഉറങ്ങുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുന്നത് കേട്ടോ, എന്നെ സമ്മതിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ വചനം ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? മഗ്ദലേനക്കാരത്തിയുടെ, യാക്കോബിൻ്റെ അമ്മയുടെ മനസ്സിൽ ജ്വലിച്ചു കൊണ്ടേയിരുന്നു. അവിടെയാണ് ഒരാൾ ചോദിക്കുന്നു, എടി നമ്മൾ പോകുമ്പോൾ ഇത്രയും വലിയ കല്ല് ആരും മാറ്റും? അപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു, 91-ാം സങ്കീർത്തനം നീ മറന്നുപോയോ? എടി നീ വായിക്കാറുള്ളതല്ലേ, നീ എപ്പോഴും കാണാതെ ചെല്ലാറുള്ളതല്ലേ, എന്താ നീ മറന്നുപോയേ? എന്താ വചനം പറഞ്ഞ്? രാത്രിയിലെ ഭീകരതയെ നീ ഭയപ്പെടാൻ പാടുണ്ടോ? വചനം പറഞ്ഞില്ലേ? ഉണ്ട്. അപ്പൊ നീ എന്തിനു ഭയപ്പെടണോ? വേണ്ട. പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ പേടിക്കുവോ? ഇല്ല. എന്നാ വാ. അപ്പൊ 2 പേര് ചങ്കൂറ്റത്തോടെ പോയപ്പോ എന്നാ പറ്റി? കല്ല് മാറ്റി. ഇവിടെ നമുക്ക് ആ ധൈര്യമില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീണ് കിടക്കുന്നത്. ഈ കല്ലുകളെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ കല്ലുകളെ എങ്ങനെ മാറ്റണമെന്നറിയാതെ ജീവിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, നീ അവരെ ഭയപ്പെടണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. വാഗ്ദാനമാ. കണ്ടോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറയുകയാണ്, നീ ധൈര്യമായിട്ട് പോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബലമാണോ? ആണോ? നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ മാതാപിതാക്കൾ പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മക്കളെ പോ, അപ്പനും അമ്മയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഉണ്ടോ? ഇതൊന്ന് താടി പേടിയുണ്ടോ? ഇല്ല. അത് നമ്മുടെ വിശ്വാസം. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. കർത്താവാണ് അവിടെ വീണ്ടും പറയുന്നത്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്നിട്ട് അടിവരയിട്ട് പറയുന്നു, ഇത് പറയുന്നത് ആരാ? കർത്താവ്. വേറെ വല്ലവരും അല്ല പറയുന്നത്, ഇത് കർത്താവാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. ഒരു കല്ലിനെയും ഓർത്ത് ജീവന്റെയും മരണത്തിന്റെയും ഇടയിലിരിക്കുന്ന കല്ലുകളെ അഭിമുഖീകരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുത്. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്നെ കാത്തു പരിപാലിക്കാൻ ആരുണ്ട്? ദൈവമുണ്ട്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ജോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ പേടിക്കുന്നു. ഹല്ലേലൂയ. നിന്നോട് ഞാൻ പറയുന്നില്ലേ ധീരനായിരിക്കെ? അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല. ഭയപ്പെടരുത്. അയ്യോ കർത്താവേ പറ്റില്ല. ധീരനായിരിക്കെ? അയ്യോ എൻ്റെ എല്ലാം ചോർന്നു പോയി. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ ഇതാ. നമ്മളിങ്ങനെയാ ചിന്തിക്കണേ. നമ്മുടെ ധൈര്യം ചോർന്നു പോയെന്നേ. നിങ്ങളെ ബലപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. അവസാനം പറയുന്ന ഒരു കാര്യം, നിന്റെ ദൈവമായ കർത്താവ്. അടുത്ത് പറയുന്ന വാക്ക് ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരച്ചിട്ടോ, പച്ച കുത്തി എഴുതിയിട്ടോ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നീ വീട്ടിൽ പോയാൽ അവിടെ, നീ പള്ളിയിൽ പോയാൽ അവിടെ, നീ സ്കൂളിൽ പോയാൽ അവിടെ, നീ ജോലിക്ക് പോയാൽ അവിടെ, നീ എവിടെ പോയാലും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ വിശ്വാസം ഉണ്ടോ? ഉണ്ടോ? ഭയം ഉണ്ടോ? അയ്യോ ഹല്ലേലൂയ. ജീവിതത്തെക്കുറിച്ച് ഭയപ്പെടുന്നവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തി പിടിച്ചേ. അവർക്ക് അനുഗ്രഹം കിട്ടും കേട്ടോ. അതിനു വേണ്ടിയാ കൈ ഉയർത്താണോ? വേണമെങ്കിൽ അനുഗ്രഹം വേണമെങ്കിൽ പിടിച്ചോ. കർത്താവ് ഇപ്പം ചോദിക്കാം, ആർക്ക് പേടിയില്ലല്ലോ? അപ്പോൾ ആർക്ക് അനുഗ്രഹം വേണ്ട. കണ്ട നോണ പറയാൻ എൻ്റെ പൊന്നോ. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരുന്നിട്ട് പറയാം, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, പേടിച്ച് വിരണ്ടിരിക്കുക അവിടെ ഇരിക്കുന്ന എല്ലാവരും. വീട്ടിൽ പോയിട്ട് വേണം പലിശക്കാരൻ വരും. എൻ്റെ മോളുടെ ഫീസ് കൊടുക്കണം. ആശുപത്രിയിൽ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ആ റിസൾട്ട് 2 ദിവസം കഴിഞ്ഞ് വരും. ചിന്തയില്ലേ? ഉണ്ടോ? എന്നിട്ടാ പറയണം ഒരു പേടിയില്ലാന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ ചിന്ത മാറിയാലേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതാണ് ഈ കല്ല് മാറ്റപ്പെടണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ കല്ല്. എനിക്കൊരു 10 മിനിറ്റൂടെ സിസ്റ്റർ തീട്ടി തന്നു, അതുകൊണ്ടാണ് ഞാൻ ആ 5-ാമത്തെ കല്ലൂടെ ഏറ്റു പറയണേ. യേശു അഭിമുഖീകരിച്ച 5-ാമത്തെ കല്ല്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇത് നമുക്കറിയാം. ആക്ച്വലി ഈ കല്ലാണ് ആദ്യം പറയണ്ടേ. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്. ഈ കല്ല് എന്താ? അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു. ഹല്ലേലൂയ. 5-ാമത്തെ കല്ല് ഏതാ കല്ല്? ഒന്ന് പറഞ്ഞേ. ഒരു വാക്ക് നിങ്ങൾ വരട്ടെ. ഇത്രയും പറഞ്ഞല്ലോ. എന്തായിരിക്കും 5-ാമത്തെ കല്ലിനൊരു പേരിട്ടോ? എന്തായിരിക്കും ആ കല്ല്? അപ്പോ, ദോശ. പറഞ്ഞോ. അപ്പോ അങ്ങനെയെങ്കിലും ചിന്തിച്ചല്ലോ. പറയേ. ചിന്തിക്കാത്തവരെ ആ ചിന്തയിലെങ്കിലും കൊടുക്കണം ഒരു 10 മാർക്ക്. പറഞ്ഞോ ഏതാ കല്ല്? നിങ്ങളുടെ കയ്യിൽ തന്നെ പറഞ്ഞോ. ദൈവമേ, ഈ കല്ലിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ കല്ല്? അതന്നെ. അതന്നെ, പ്രലോഭനത്തിന്റെ കല്ല്. ഹല്ലേലൂയ. 5-ാമത്തെ കല്ല് ഇതാണ് ഇന്ന് നമ്മളെ ഏറ്റവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കല്ല്. ഏതാ കല്ല്? പ്രലോഭനത്തിന്റെ കല്ല്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഈ കല്ല് വല്ലാതെ സ്വാധീനിച്ചിരിക്കും. കർത്താവായ യേശുക്രിസ്തു 40 ദിവസവും 40 രാവും പകലും ഉപവസിച്ചതിന് ശേഷമാണ് കർത്താവിന് ഈ വിശപ്പ് വന്നത്. ആണോ അല്ലയോ? അപ്പോൾ നോക്കിയപ്പം ഇഡ്ഡലി പോലുള്ള ഒരു കല്ല്. ആഹാ, നല്ല രസമുണ്ട്. കർത്താവ് എടുത്ത് ആ കല്ലിനെ ഇങ്ങനെ തടവുക. ഇഡ്ഡലി പോലെ ഇരിക്കുന്നു. അപ്പോഴാണ് മറ്റവൻ കയറി വരുന്നത്. ആരാ? നമ്മുടെ മറ്റവനെ. നമ്മളെ ഇപ്പം കുറേ നാളായിട്ട് കുറേ ചുറ്റി കളിച്ചുകൊണ്ടിരിക്കണം മറ്റവൻ. അവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കല്ലിനെ ഒന്ന് ഇഡ്ഡലി ആക്കിക്കോ. അപ്പോൾ കർത്താവ് എങ്ങനെയാ അതിനെ ഫേസ് ചെയ്തേ? എങ്ങനെയാ ഫേസ് ചെയ്തേ? പറയോ എങ്ങനെയാ? അത് തന്നെയാ പറഞ്ഞോ. വചനം ഉപയോഗിച്ച്. ചില കല്ലുകളെ വചനം ഉപയോഗിച്ച് നേരിടണം. അപ്പോൾ എന്ത് സംഭവിക്കും? പറ, എന്നാ സംഭവിക്കണേ? എന്താ സംഭവിച്ച അവിടെ? ദൈവമേ, എന്താ സംഭവിച്ചേ? സാത്താൻ
പരീക്ഷണം അവസാനിപ്പിച്ചു പോയി. ആണോ? അങ്ങനെയാണോ പോയേ? ആണോ? ശരിയാണോ? ഉത്തരം ശരിയാണോ? ശരിയാണെന്ന് ഉത്തരം പറയുന്ന ഒരു നാരങ്ങ മുട്ടായി ഉണ്ട്. ശരിയാണോ? ആണോ? പറയേ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്താ പറയണേ? അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് എത്ര കാലത്തേക്ക്? നിശ്ചിത കാലത്തേക്ക്. പെർമനന്റായി പോയോ? ഇല്ല. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഞാനിരുന്നു, ഇപ്പൊ ഇവിടെ നിന്ന് പിശാച് പൂർണ്ണമായും പോവെന്ന് പ്രതീക്ഷിക്കുന്നവരെ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഹല്ലേലൂയ. നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ഒരു പോസിബിലിറ്റി ഉണ്ട്. പ്രലോഭകൻ നിന്നിൽ നിന്നും അകലുമ്പോൾ, പ്രാർത്ഥനയിലൂടെ അവൻ വിട്ടുപോകുമ്പോൾ വീണ്ടും അവൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാ കർത്താവ് പറഞ്ഞേ. അപ്പോ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഇവ മാറിപ്പോവും. പിന്നെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അവൻ നമ്മളെ പഴയതിനേക്കാളും തകർക്കുന്ന അവസ്ഥയിലാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിൽ പോയവൻ വെറുതെ ഇരിക്കുവോ? വെറുതെ ഇരിക്കുവോ? ഇല്ല. അവൻ പണി തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരെയും അവൻ നോട്ടയിട്ടിട്ടുണ്ട്. പണി സൂപ്പറായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും എന്ന് ബോധ്യമുള്ളവർ ചാടി എണീറ്റോ? ചാടി എണീറ്റ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ദൈവമേ എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്നവനെ അവൻ തൊടാൻ പിശാച് ഒരിക്കലും വരില്ല. ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, ആ ദൈവത്തിൻ്റെ ആത്മാവിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായും നമ്മളെ വിട്ടുകൊടുക്കാം. നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, പ്രവൃത്തികളെ എല്ലാം വിട്ടുകൊടുക്കാം. സ്വർഗീയനാഥൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, പലപ്പോഴും ഞാൻ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. കർത്താവ്, നീ അഭിമുഖീകരിച്ച 5 കല്ലുകൾ, ഒന്ന് അത് നീ എങ്ങനെ നേരിട്ടു? നിശബ്ദതയോടെ. രണ്ടാമത്തെ കല്ലിനെ നീ എങ്ങനെ നേരിട്ടു? അത് നീ ഒഴിഞ്ഞു മാറി. മൂന്നാമത്തെ കല്ലിനെ കർത്താവെ നീ എങ്ങനെ നേരിട്ടു? സ്വർഗത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട്. നാലാമത്തെ കല്ല് എങ്ങനെ വന്നു? അത് മാറ്റപ്പെട്ടു. അഞ്ചാമത്തെ കല്ല് വചനം ഉപയോഗിച്ച് നീ നേരിട്ടു. കർത്താവ്, ഇതുപോലെ ഈ 5 കല്ലുകളെയും നേരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ 5 കല്ലുകളല്ല, പല കല്ലുകളും ഞങ്ങളെ പിരിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പോരാ, സ്വരം ഉയർത്തി. നമ്മുടെ സ്വരം ഒരു 10 പേര് കേൾക്കത്തക്ക രീതിയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ സ്വരം ഒരു 10 പേര് കേൾക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ശക്തമായി യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. Hallelujah, 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 hallelujah. Thank you, Lord. Thank you, Jesus. We worship you, Lord. കർത്താവേ, ഈ കല്ലുകളെ നേരിടുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുകട്ടെ, ശക്തിപ്പെടുത്തണമേ, കൃപയാൽ നിറയ്ക്കണമേ, അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Lord. Thank you, Jesus. Hallelujah, hallelujah.